നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്നുള്ളത് വയനാട്ടിലാണ്. ഇതാണ് നമ്മൾ ഇന്നലെ താമസിച്ച ഒരു ഹോം സ്റ്റേ. വയനാട് കുറുവാദ്വീപിൻ്റെ തൊട്ട്, അതായത് 2 കിലോമീറ്റർ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ഹോം സ്റ്റേ ആണിത്. സബിയാട്ടിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കെയർ ഓഫിൽ ഇന്നലെ കിട്ടിയതാണ് ഇത്. രാത്രി അതിന് ബുക്ക് ചെയ്യുമ്പോൾ ഇവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു 11:30 അവിടെ അടുത്തിന്. അപ്പോൾ അത് വന്നു. ഇവിടെ വന്നിട്ട് സച്ചുവിൻ്റെ ബർത്ത്ഡേയും പിന്നെ അതുപോലെ നമ്മളെ ആനിവേഴ്സറി ആയിരുന്നു ഇന്നലെ, അതായത് ഇന്ന് 8-ാം തീയതി. അപ്പോൾ അതും ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചു. ഇതൊന്നും സംഭവം ഇന്നിപ്പം രാവിലെ അവർ കടലക്കറിയും അങ്ങനൊക്കെ പുട്ടും പുട്ടല്ല പുട്ടും ആക്കിയിട്ടുണ്ട്. സച്ച് രാവിലെ കളിയെല്ലാം തുടങ്ങി. ഇന്നലെ രാത്രി ലേറ്റായിട്ട് വന്നതുകൊണ്ട് അവർക്ക് അധികം അറേഞ്ച്മെൻ്റ് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. ബർത്ത്ഡേയും അതുപോലെ തന്നെ ആനിവേഴ്സറി എല്ലാം ആഘോഷിച്ച്. പിന്നെ അതുപോലെ ഇതൊരു 3 ബെഡ്റൂമിലൊരു വീടാണ്. റൂമെല്ലാം അലങ്കോലായി കിടക്കുന്ന എല്ലാവരും കിടന്ന് എണീച്ചുകൊണ്ട്. ഇതൊരു വലിയ ബാത്റൂം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കിച്ചണൊക്കെ ഉണ്ട് ഇവിടെ. എന്തൊക്കെ വേണമെങ്കിൽ കുക്ക് ചെയ്ത് കഴിക്കും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഫ്രിഡ്ജും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇന്നലെ കുറച്ച് കേക്കൊക്കെ ബാക്കി അങ്ങനെ ഉണ്ട്. 2 കേക്കും അങ്ങനെ കിടക്കുന്നുണ്ട്. ഗ്യാസ് ഉണ്ട്. അത്യാവശ്യം ഒരു ഫാമിലിക്ക് നിൽക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണിത്. ഭയങ്കര ഒരു ഹോംലി ഫീൽ തന്നെയാണ് തോന്നുന്നത്. നമുക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ആ ഒരു ഫീലൊന്നുമില്ല. നല്ല കംഫർട്ടായിട്ട്. അപ്പോൾ ഇവരുടെ ഒരുപാട് ചെടികളെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇത് നമ്മളെ മുന്നിലേക്കൂടിയാണ് സബിയേട്ടൻ പോകുന്നത്. നമ്മളെ മാപ്പ് നമ്മളെ കറക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അവരോട് പറഞ്ഞു, നിങ്ങൾ മാപ്പിട്ടോ, നിങ്ങളെ ബേക്കിലേ നമ്മൾ വരാന്ന്. അപ്പൊ അവരെ വയ്യാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മളിന്ന് പോകുന്നത് മറ്റേ ഇവിടത്തേക്കാണ്. ഇപ്പം നമ്മൾ പോവാൻ ഉദ്ദേശിക്കുന്നത് ബാണാസാഗർ ഡാമിലേക്ക്. നടക്കാനുണ്ടാവും കുറച്ച് നടക്കാൻ. മുമ്പ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. പോയി കഴിഞ്ഞ പ്രാവശ്യം പോയില്ലേ, സുധീഷും ഐശ്വര്യൊക്കെ. അവിടുന്ന് താഴെ പോയിട്ട് താഴെ ഒരു ബസ് വയല് അത് ബസ്സില് മുകളിലേക്ക് ഷട്ടിൽ ബസ് ഉണ്ടായിരുന്നു. താഴെന്ന് മുകളിലേക്ക് അവിടുന്ന് ഫോട്ടോക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ സബിയേട്ടൻ പോയിട്ടില്ല പറഞ്ഞപ്പോ അങ്ങനെയാണ് ഒന്നും കൂടെ കാണാൻ ഇരിക്കുന്നത്. നല്ല വയല് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ നമ്മള് കണ്ടോ റബ്ബറുണ്ട് ആ സൈഡിൽ. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ രാവിലെ കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും ഇവിടെ അല്ലേ? നല്ല രസം ഉണ്ടാവില്ലേ? മുളങ്കാടുകൾ ഓരോട്ടറാടെ വെക്കുന്നുണ്ട്. രണ്ട് സൈഡിലും പരവതാനി വിരിച്ച കണ്ടം. നേരെ നേരൊന്നുമില്ല, കവുങ്ങൻ തോട്ടാണ്. ഇങ്ങോട്ടുള്ള കവുങ്ങിന് എന്താ പറയാ, കമുങ്ങ് അങ്ങനെ എന്തല്ലോ പറയും. കമുങ്ങ് നമുക്ക് കവുങ്ങ് രസമുണ്ട്. അത് പറഞ്ഞ രാവിലെ വന്ന് നല്ല വ്യൂ ഉണ്ടാവും. നിനക്ക് വൈകുന്നേരം ഇരിക്കണം. ഈ പൊരി വെയിലത്ത് എന്ത് കാണാൻ. ഞാൻ ചായ കുടിച്ചിട്ടില്ല ഗായ്സ്. അതിനെ കുറിച്ച് എന്താണ്? ഇന്ന് രാത്രി ആയതുകൊണ്ട്, രാത്രിയല്ല എത്തിയത്. ആ രാത്രി ആയതുകൊണ്ട് അവരെ നമ്മള് ബുദ്ധിമുട്ടിക്കുന്ന മോശമല്ലേ. അപ്പൊ അങ്ങനെ പുട്ടും കടലയാണ് അവരാക്കിയത്. വേറെ ഒന്നും ആക്കാനില്ല. അല്ലെങ്കിലും അതിൻ്റെ ഒരു സമയം അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ നീ പുട്ട് കഴിക്കാത്തോണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം പുട്ടും കടലയും വിരുദ്ധാഹാരം ആയതുകൊണ്ട് തന്നെ ഞാൻ പുട്ട് തിന്നിട്ടാ. അതിന് പകരം വീട്ടിൽ നിന്ന് വരുമ്പോ ഒരു അനാർ എടുത്തിട്ടുണ്ടായിന്. അത് വാടിക്കുഴഞ്ഞെങ്കിലും ഞാൻ അതിനെ കുത്തി കീറി മുറിച്ച് തിന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് ചായ ഉടനെ വാങ്ങിത്തരുമെന്ന പ്രതീക്ഷയിൽ നമ്മുടെ യാത്ര പുരോഗമിക്കുകയാണ്. അപ്പൊ മുന്നിൽ പോയവര് നമ്മളെ പണി പറ്റിച്ചു. ഇപ്പം വിളിച്ചു വഴി തെറ്റിന്ന് പറഞ്ഞിട്ട് അത് ആദ്യം നമ്മള് തിരിച്ചോണ്ടിരിക്കുകയാണ്. നമ്മ വെച്ച് നമ്മളെ മാപ്പ് മാത്രമേ പറ്റിക്കുള്ളൂ എന്ന് ഇപ്പം മനസ്സിലായി. അവരെ മാപ്പും നമ്മളെ മാപ്പും എല്ലാം ഒരുപോലെ തന്നെ. എല്ലാരും മാപ്പ് ഒരുപോലെ തന്നെ അല്ലല്ലേ? ഞാൻ വിട്ടോ അവരെ ബൈക്കില് അവരങ്ങ് എത്തിയ.
ഇവരാദ്യം വണ്ടി സൈഡാക്കി കണ്ടേരം നമ്മൾ വിചാരിച്ചു ആദ്യം വഴി തെറ്റിന്ന്. അപ്പോഴത്തേക്ക് സംഭവം അതല്ല, അവിടെ ഒരു വണ്ടിയിൽ ഐസ്ക്രീം എല്ലാം വിൽക്കുന്നുണ്ട്. അപ്പം അവരത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിർത്തിയത്. അപ്പം ഇതാ രണ്ടാളും കൂടെ വാങ്ങാൻ വേണ്ടി പോയവരത് അവിടെ ഇരുന്നിട്ട് തിന്നു. എന്താ അവസ്ഥ. അപ്പൊ അങ്ങനെ അവര് കഴിച്ചതിന് ശേഷം ദാനക്കൊന്ന് വാങ്ങിക്കൊണ്ട് തന്നിട്ടുണ്ട്. കഴിച്ചതിന് ശേഷം നല്ലതാ, ഞാനിപ്പം മേടിച്ചു തരും. തൊണ്ടവേദനയാവും, പക്ഷെ എന്നാലും എങ്ങനെ മേടിക്കാണ്ടിരിക്കുക? ഇതിപ്പോ എങ്ങനെ തിന്നുക? ഇതേത് ഫ്ലേവർ? അത് തണ്ടർ കോക്കനട്ട്, പച്ചോ പിസ്ത. ഇത് വേണമെങ്കിൽ നല്ല ടേസ്റ്റ്. അങ്ങനെ നമ്മൾ ഡാമിൻ്റെ അടുക്ക് എത്തി. ഡാമിൻ്റെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ ഡാമിൻ്റെ അടുക്ക് എത്തി. വണ്ടിയെല്ലാം അവിടെ പാർക്ക് ചെയ്തു. വണ്ടി പാർക്ക് ചെയ്യാൻ ഒരുപാട് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ക്രൗഡും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഒരുപാട്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് കൗണ്ടറിൽ പോവാം. എത്ര പൈസയാണ് ടിക്കറ്റിന് റേറ്റ് ഒന്നും അറിയില്ല. അഡൽട്ട് 40, ചിൽഡ്രൻ 20, ഫോട്ടോഗ്രാഫി 50, വീഡിയോഗ്രാഫി 1000 കാണുന്നത്. കാവേച്ചി ടിക്കറ്റ് എടുക്കുന്നുണ്ട്. അച്ചുടിയുണ്ട്, അച്ചുടിയുണ്ട്. അങ്ങ് മുകളിലെത്തണം അല്ലേ? അങ്ങനെ ഇവിടുന്ന് ഇനി വാനിൻ്റെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അപ്പോൾ ഈ ഷട്ടിൽ സർവീസ് പോകണമെങ്കിൽ അവിടെ ഒരു ടിക്കറ്റ് എടുക്കണം. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ ക്യൂ നിൽക്കേണ്ട ആവശ്യമുണ്ട്. ലൈനായിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ ക്യൂ നിൽക്കുന്നുണ്ടാവും. അപ്പം പുറകിൽ പോയി വന്നിട്ട് ഇനിയിപ്പോൾ ഈ ഷട്ടിൽ ബസ്സിൽ കയറിയിട്ട് നേരെ ഡാമിൻ്റെ അടുത്തേക്ക് പോകും. ക്ലാസ്സൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇവിടെ നിൽക്കുവാണ്. ഒരാൾക്ക് 25 രൂപയാണ് വരുന്നത് അപ്പ് ആൻഡ് ഡൗൺ. അവിടെ കൊണ്ടുവാക്കി പിന്നെ അവിടുന്ന് അതെല്ലാം കണ്ട് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരു ബസ് മാത്രമേ ഇന്നുള്ളൂ, അതുകൊണ്ട് ഒരുപാട് ടൈം എടുക്കുന്നു. അവരെടുക്കുമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 ബസ് ഉണ്ടായിരുന്നു പോലും, 2-3 ബസ് ഉണ്ടായിരുന്നു പോലും. പക്ഷേ ഇന്നൊന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത്. ഒരു ബസ് ഏകദേശം ഫുള്ളായിട്ടുണ്ട്. പിന്നെ അത് അവിടെ കൊണ്ടാക്കിയിട്ട് വേണം തിരിച്ച് ഇങ്ങോട്ടേക്ക് ആ വണ്ടിക്ക് വരാൻ വേണ്ടിയിട്ട്. മുകളിലെത്തി. മുകളിൽ നമുക്ക് മുമ്പ് വന്ന ബസ് ഇവിടെ നിന്നുള്ള ആൾക്കാരെ തിരിച്ചങ്ങോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് നിർത്തിയിട്ടുണ്ട്. നമുക്കും ഇറങ്ങാം. നല്ല ചൂടാണ്, നല്ല വെയിലുണ്ട്. അതുപോലെ തന്നെ ആൾക്കാരെല്ലാം ഇറങ്ങി വരുന്നുണ്ട്. ഇവിടെ എന്തൊക്കെയാ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ളതെന്നൊക്കെ ഇതിൽ ഒരു സൈൻ ബോർഡൊക്കെ കാണുന്നുണ്ട്. ഇതാണ് ഡാമിൻ്റെ ഒരു 360 വ്യൂ. അങ്ങനെ ആ ചൂട്ടിന്ന് കുറച്ച് ആശ്വാസം എന്നുള്ള രീതിയിൽ കുറച്ച് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ അതെ, ഇവിടെ കുറച്ച് തണലുണ്ട്. കുറച്ച് അങ്ങോട്ട് പോയാലും ആ സമയത്ത് വരാനാവില്ലപ്പാ. എനക്കൊന്നും ആവുന്നേ ഇല്ല നടക്കാൻ. ഞാൻ വണ്ടിയിലിരുന്നാൽ മതി. പിന്നെ അങ്ങോട്ടല്ലേ ഏട്ടാ ഊഞ്ഞാലാടുന്നല്ല? ഊഞ്ഞാലല്ല. ഇവിടെ നല്ല സുഖമുണ്ട് കേട്ടാ, നല്ല കാറ്റും തണലും ഉണ്ട്. ഇവിടെ ഒരു ഫിഷ് സ്പാ ഉണ്ട്. അത്യാവശ്യം അതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നവർക്ക് എൻജോയ് ചെയ്യാം. പിന്നെ ആ സൈഡിൽ ചെറിയൊരു ആക്ടിവിറ്റീസ്, അതായത് ഊഞ്ഞാലും കാര്യങ്ങളെല്ലാം ഇവിടെയുണ്ട്. വെയിലായതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര ക്ഷീണത്തിലാണ്. അങ്ങനെ ഡാം കണ്ടിട്ട് പുറത്തേക്ക് തന്നെ ഇറങ്ങി. നല്ല ചൂടായതുകൊണ്ട് അധിക സമയം ഉള്ളിൽ നിൽക്കാൻ വേണ്ടി പറ്റിയിട്ടൊന്നുമില്ല. നേരെ പുറത്തേക്ക് ഇറങ്ങി. അപ്പം അങ്ങനെ കുറേ സെർച്ച് ചെയ്തതിന് ശേഷം ഒരു ഹോട്ടലിൽ കയറി. നല്ലോണം വിശക്കുന്നുണ്ട്. സമയം ഏകദേശം 4 മണിയായിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞ് ഉറങ്ങുന്നുണ്ടായിന്. ഉറങ്ങുന്ന നേരത്തിൽ എണീച്ചാണ്. അപ്പം ഫ്രൈഡ് റൈസ് മീൽസ് കഴിഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ ഫ്രൈഡ് റൈസും പിന്നെ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. 4 മണി ആയതുകൊണ്ട് തന്നെ തിരക്കെല്ലാം കുറവാണ്, എന്നാലും കുറച്ച് ആളുകളുണ്ട്. ഇപ്പം നമ്മൾ ഹോട്ടൽ 43 നജാ കഫേ ഇവിടെ നിന്നാണ് ഫുഡ് കഴിച്ചിന്.
ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡ് എങ്ങനെയുണ്ട്? വലിയ ബിരിയാണി ബിരിയാണി ഓക്കെയാണ്. ഫ്രൈഡ് റൈസ് നമ്മളെ നാട്ടിലെ റേഷനരി വെച്ച് ആക്കുന്ന ഒരു പ്രതീതി ഉണ്ടായിന്. അപ്പുറത്തെല്ലാം ഒരു സാധാ മെസ്സ് ഉണ്ടായിരുന്നു, അതുപോലെ. നമുക്ക് ഇഷ്ടായിട്ടേ ഇല്ല. തേയിലത്തോട്ടങ്ങളെല്ലാം ഇത് ഈടുന്നോട്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് തേയിലത്തോട്ടത്തിൽ പോകാൻ പറ്റുമെങ്കിൽ പോയിട്ടൊരു ഫോട്ടോയും വീഡിയോ എല്ലാം എടുക്കാം. അങ്ങനെ നമ്മള് വയനാട് നിന്ന് കൊട്ടിയൂര്, വയനാട് ചുരല്ലേ, ചുര ഇറങ്ങാം. പാൽച്ചുര ഇറങ്ങുവന്ന് ഈ ഒരു സമയത്ത് തന്നെ എല്ലാം അത്രയും വൃത്തിക്ക് കാണുന്നുണ്ട്. പിന്നെ രാത്രിക്ക് നമ്മള് മറ്റേ വണ്ടിക്ക് എന്തോ പറ്റിയതുകൊണ്ടാന്ന് തോന്നുന്നു. റോഡിന് സൈഡ് കുറവല്ലേ, ഇങ്ങനെ ഓവർടേക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മള് വന്നത് രാത്രിക്കായതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ അത്ര ആ ഒരു ഇതില് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. പക്ഷെ ഈ ഇറങ്ങുമ്പം ഇതിന്റെ ഒരു ഫുൾ വ്യൂ ഇങ്ങനെ കിട്ടുന്നുണ്ട്, താഴേക്ക് വരെ. നല്ല ഭംഗിയുണ്ട്. ക്യാമറയിൽ എത്രത്തോളം കാണിക്കാൻ പറ്റുന്നത് അതാണ് ഡൗട്ട്. പിന്നെ അധികം വണ്ടിയൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്ന സമയത്ത് ഭയങ്കര ഇതാണ്ടായില്ലേ. അന്നേരം കൊട്ടിയൂർ ഉത്സവമാണ്. ഉത്സവത്തിന്റെ സമയം ഏകദേശം 7-8 മണിക്കൂർ നമ്മൾ ഈ ട്രാഫിക്കിൽ കിടന്നു. ഈ റോഡിൽ ഏകദേശം 1.5-2 കിലോമീറ്റർ പോകാൻ വേണ്ടി 7-8 മണിക്കൂറാണ്. ഇന്നെല്ലാം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അന്നേരം കൊട്ടിയൂര് മറ്റു ഉത്സവത്തിന്റെ ഇത് ഇനിയിപ്പോ അടുത്ത ആഴ്ച അതിനപ്പുറത്തെ ആഴ്ച ഉത്സവം വീണ്ടും സ്റ്റാർട്ട് ആവാനായി. ഒരുപാട് കല്ലും വണ്ടി വരുന്നുണ്ട് കേട്ടോ. കണ്ണൂർ കല്ലുകളാണെന്ന് തോന്നുന്നു. കണ്ണൂരോ പൂരത്തൂരോ അവിടുന്ന് വയനാട്ടിലേക്ക് ഒരുപാട് കല്ലുകൾ പോകും. അപ്പൊ അങ്ങനെ നമ്മൾ തിരിച്ചു വരുമ്പം വീണ്ടും കൊട്ടിയൂർ അമ്പലത്തിന്റെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. പോകുമ്പോ ഇവിടെ നിർത്തിയിട്ട് ആ പീടിയെന്ന് ചായ കുടിച്ചിന്. ഇപ്പം വരുമ്പം ഇവിടെ എത്തിയിട്ട് ഏട്ടൻ ഭണ്ണാരത്തിൽ പൈസ ഇടണമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. നല്ല വൈകുന്നേരത്തെ പാട്ടെല്ലാം കേൾക്കുന്നുണ്ട്, ഭക്തിഗാനം. നല്ല രസമുണ്ട്. സബിയാട്ടനും അവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട് നമ്മളെപ്പുറം തന്നെ. ഇപ്പൊ വരുന്ന വഴിക്ക് കുറച്ച് അങ്ങോട്ടേക്ക് മാങ്ങ, പഴുത്ത മാങ്ങി പച്ചമാങ്ങ എല്ലാം കണ്ടിട്ടുണ്ട്. അതിന് തീർന്നോന്ന് അറിയില്ല. അന്നേരം അതെല്ലാം അടന്ന് വെക്കുന്നുണ്ടായിനി. അപ്പൊ അത് കുറച്ച് വീട്ടിലേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. ഇപ്പൊ ഇവിടെ കൊട്ടിയൂർ ഉത്സവത്തിന്റെ ഭാഗമായിട്ട് വൃത്തിയാക്കുവാണ് ഇവരെല്ലാരും. വലിയ വലിയ മരങ്ങളെല്ലാം. ഇതെല്ലാം വേറെ വേറെ മാങ്ങയാ. ഈ മൂന്നും ഇത് അച്ചാറാക്കുമ്പം ഇത് മുറിക്കുമ്പോ ഉള്ളു പോയിട്ടൊന്നും ഉണ്ടാവുക. അപ്പൊ ഇത് അച്ചാറാക്കി വേണ്ട വേണ്ട ഇതൊന്നാ വേണ്ട. അങ്ങനെ കൊട്ടിയൂരിന്ന് നമ്മള് ഇരിട്ടി എത്തി. ഇരിട്ടിന്ന് ചെമ്പേരി റൂട്ടിൽ കയറിയിട്ടുണ്ട്. അപ്പൊ ഇത് ഇപ്പൊ ഇവിടെ എത്തുമ്പോഴത്തേക്ക് ചെറിയ മഴയെല്ലാം പാറാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ എത്തുന്നതോടുകൂടി കൊടുങ്കാറ്റോട് കൂടിയിട്ടുള്ള വലിയ മഴക്ക് സാധ്യതയുണ്ട് എന്നാണ് നമ്മളെ പ്രവചനം. ഇനി എങ്ങനെയാന്ന് അടുത്തേക്കാന്നേര് ചെമ്പേരി എത്തി. ചെമ്പേരി, നടുവിൽ, കരുവഞ്ചാൽ, ചെറുപുഴ എത്തുക. അങ്ങനെ നമ്മള് വീട്ടിലെത്താൻ വേണ്ടി പോവുകയാണ് ഗൈസ്. ഒരു 1-2 മണിക്കൂറിനുള്ളിൽ എത്തും. 6-7-8 മണിക്കുള്ളിൽ എത്തും എന്തായാലും എന്ന് വിചാരിക്കാം. അതിനിടക്ക് ഒരു ചായ കുടിക്കണം. ഇവിടെ പരിസമാപ്തിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്.
നമ്മൾ ഉളിക്കല് ടൗണിൽ എത്തിയിട്ടുണ്ട്. നേരത്തെ ചെറുങ്ങനെ പാറുന്ന ഉണ്ടായിന്, ഇപ്പം നല്ലോണം പെയ്യുന്നുണ്ട്. ശക്തമായിട്ട് പെയ്യുന്നുണ്ട്. പക്ഷെ വീട്ടിൽ വിളിച്ച സമയത്ത് ആടെ ഒരു മഴക്കാറ് പോലും ഇതുവരെ ഇല്ല എന്നുള്ളതാണ് അറിയാൻ പറ്റിയത്. പക്ഷെ കുഴപ്പമില്ല, നമ്മളവിടെ എത്തുന്നതോടുകൂടി നേരത്തെ പറഞ്ഞതുപോലെ ശക്തമായി മഴ പെയ്യും. ഈ കൊല്ലം പെയ്യാൻ സാധ്യതയില്ല. വരുന്ന വഴിക്ക് ഒരുപാട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കി ഏടിയും കണ്ടിട്ടുണ്ടായിട്ട. അപ്പൊ നമ്മൾ കരുവഞ്ചാൽ ഇങ്ങോട്ടേക്ക് കയറുന്ന സമയത്ത് ഇതവിടെ ഒരു തട്ടുകട കാണുന്നുണ്ട്. എന്നുള്ളത് എന്നെല്ലാം പോയിട്ട് നോക്കാം നമുക്ക്. പഴംപൊരി, പരിപ്പ് വട, വട, വീട്ടിലേക്ക് ഇനി സമയത്ത് ആരും തിന്നോ? അപ്പൊ ഇതാ പഴംപൊരി വന്നിട്ടുണ്ട്. ഇത് എക്സാക്ട് എവിടെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആലക്കോട് ഫിലിം സിറ്റിന്റെ തൊട്ടടുത്താണ്. ഇവിടെ അങ്ങനത്തെ ചായയും വരുന്നുണ്ട്. നല്ല സ്ട്രോങ് ചായ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഉള്ളിലിരിക്കുന്ന ഇരിക്കുന്നു. വലിയ പഴംപൊരി. ഓക്കെ, ചായ കുടിച്ചിട്ടാണേ. ചായ കുടിച്ചിട്ടാണ്.